മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്ന ഭരണഘടനാ പരാമർശത്തിൽ താൻ ചതിക്കപ്പെട്ടെന്ന് മന്ത്രി സജി ചെറിയാൻ. പാർട്ടി യോഗത്തിൽ പാർട്ടി കേഡർമാരോട് പറഞ്ഞത് ചിലർ ചോർത്തി പുറത്തു നൽകുകയായിരുന്നുവെന്നും സജി ചെറിയാൻ. ഭരണഘടനയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഞാൻ പറഞ്ഞ ഫുൾ ടെസ്റ്റുകൾ കഴിഞ്ഞു. അത് 1 മണിക്കൂർ ഞാൻ പ്രസംഗിക്കുന്നു. ഒരു പാർട്ടിയുടെ മാത്രം കേഡേഴ്സിരിക്കുന്ന യോഗത്തിൽ പ്രസംഗിക്കുന്നു. ഞാൻ ചതിക്കപ്പെട്ടു പോയെന്നുള്ള വസ്തുത വേറെ കാര്യം, അത് പുറത്തു കൊടുത്തു. പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ ആ പറഞ്ഞ ഫുൾ ടെസ്റ്റ് പ്രസംഗം കേട്ടാൽ ഞാൻ ഭരണഘടനയെ ഒരിക്കലും നിന്ദിച്ചിട്ടില്ല, അവമാനിച്ചിട്ടില്ല. ആ ഫുൾ ടെസ്റ്റ് കേൾക്കണം, അത് മൊത്തം കേൾക്കണം. മൊത്തം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അത് കറക്റ്റ് ഞാനത് വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം കാലം മോശമാണ് നമ്മൾ പറയുന്ന ഓരോ വാക്കും പ്രധാനമാണ്. കാരണം നമ്മളൊന്നിപ്പോൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ പല കാര്യങ്ങൾ പറഞ്ഞു കൂട്ടത്തിൽ ചിലപ്പോൾ ഒരു വാക്ക് ചിലപ്പോൾ നമ്മൾ പറയാം, അത് മാത്രമായിട്ട് എടുക്കരുത്. മാ തോമസിന്റെ വിമർശനത്തിൽ വൈകാരികമായി പ്രതികരിച്ച മന്ത്രി സജി ചെറിയാൻ. ജീവിതത്തിൽ അങ്ങേയറ്റം സങ്കടമുണ്ടാക്കിയ സംഭവമാണിത്. അപകടമുണ്ടായപ്പോൾ പ്രസംഗിക്കാതെ ആശുപത്രിയിലേക്ക് ഓടിയെത്തി രാത്രി വരെ അവിടെ തന്നെ നിന്ന തന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത് അവരെ ആരോ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടാകും. അയയിൽ നിന്ന് തുണി താഴെ വീഴുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞിട്ട് സ്വന്തം കസേരയിലേക്ക് മടങ്ങുന്നത് പോലെയാണ് മന്ത്രി പ്രതികരിച്ചതെന്നും സാംസ്കാരിക മന്ത്രിക്ക് സംസ്കാരം ഇല്ലാണ്ടായോ എന്നുമായിരുന്നു ഉമാ തോമസിന്റെ പ്രതികരണം. ഞാൻ ഈ സ്റ്റേജിൽ ഒരു നീളത്തിലുള്ള സ്റ്റേജ് കയറി ചെന്നപ്പോൾ ഈ സ്റ്റേജ് കുഴപ്പമെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ഗവൺമെൻറ് പറയുകയും ചെയ്തു, ഇത്രയും ഹൈറ്റിൽ ഈ സ്റ്റേജ് കയറ്റി വെച്ചിട്ട് ഈ മന്ത്രിമാരെ എന്നെ വിളിച്ചുകൂടെ കയറ്റി ശരിയായില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വളരെ സൂക്ഷിച്ച് അവിടെ പോയിരുന്നു. ഞാൻ ഇരുന്നതിന് ഇപ്പുറത്താണ് ഈ വിളക്ക്, അതിൻ്റെ ഇപ്പുറത്താണ് മറ്റുള്ളവർ. ചന്ദ്രമല സാറുണ്ട്, DIG ഉണ്ട്, അവിടുത്തെ SP ഉണ്ട്, ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഈ MLA വരുന്ന സത്യത്തിൽ ഞാൻ MLA വരുമ്പോൾ ട്രയൽ ആരംഭിച്ചു. ഭയങ്കര ശബ്ദം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശബ്ദം. ഈ ഒരു 2-2.5 ലക്ഷം ആളിരിക്കുകയാണ്, ഭയങ്കര ആളാണ്. ഞാനിവർ വന്ന് അവിടെ ഇരുന്നു. അവിടെ ഇരുന്നേച്ച് കഴിഞ്ഞ് പിന്നെ ഈ ട്രയൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇവർ മുമ്പോട്ട് ഇങ്ങനെ നോക്ക് പടാന്നൊരു ശബ്ദം കേൾക്കുന്നു. എന്താ അവിടെ സംഭവിച്ചത്? ഞാൻ നോക്കുമ്പോൾ ഇവർ എടുത്ത് താഴ്ത്തിരിക്കുക. ഇവരെങ്ങനെ വീണോ, കാലുമെടുത്താണോ, തള്ളിയിട്ടതാണോ, അങ്ങനെ നമ്മൾ കാണുന്നില്ല. കാരണം നമ്മൾ ഇങ്ങനെ സൈഡായിരിക്കും. സത്യത്തിൽ ഞാനാ വിളിച്ചു പോയി. ആര് കേൾക്കാൻ? ഈ ഭയങ്കരമായ ഈ മൈക്കിൻ്റെ ശബ്ദമാണ്. അപ്പം താഴെ വീണ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ബോധം പോയി. അപകടം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ക്രിട്ടിക്കലായ ഒരു സ്ഥിതിയാണ്. ചെറുതായിട്ട് ബ്ലഡ് വരുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇവരെ വിളിച്ചു. ഈ മേളിൽ നമുക്ക് എടുത്ത് ചാടാനൊന്നും പറ്റത്തില്ല, കാരണം ഒരു 2 നില കെട്ടിടത്തിൻ്റെ ഹൈറ്റാണ് ഈ സാധനം. അപ്പോൾ ഓടി വന്ന് ആംബുലൻസുകാർ വന്ന് ഇവരെ എടുത്തു. പെട്ടെന്ന് ആംബുലൻസ് കയറ്റി വണ്ടി വിട്ടു. ഞാൻ അപ്പോൾ എഴുന്നേറ്റു. എനിക്കതാണ് ഭയങ്കര സങ്കടമായിപ്പോയി. അപ്പം ഞാൻ ഇവർ വീണ് കഴിഞ്ഞ് പോകുമ്പോൾ എഴുന്നേക്കാൻ തുടങ്ങുമ്പോൾ ഹൈബിയുടെ കയറി. എല്ലാം ഹൈബി കയറിയാണ്, ചോദിച്ചാൽ മതി. അതിൽ അയാളൊന്നും മിണ്ടാതെ. ഞാനപ്പോൾ ഹൈബിയോട് പറഞ്ഞു, ഹൈബി വളരെ ക്രിട്ടിക്കലാണ് അവിടെ സ്ഥിതി, ഇനി വിടുന്നത് ശരിയാകുന്നത്. അപ്പോൾ ഈ സംഘാടകർ ഓടി വന്ന് എന്നോട് പറഞ്ഞു, സാർ ലൈറ്റ് കത്തിച്ചിട്ടു. സാർ ഇത്രയും വന്നല്ലേ ലൈറ്റ്. ഞാൻ പറഞ്ഞു പെട്ടെന്ന് എടുക്കാൻ പറഞ്ഞു. ഇവർ പെട്ടെന്ന് എടുത്തു. ഞാൻ കത്തിച്ചു, ഹൈബി കത്തിച്ചു, ചന്ദ്രപിള്ള കത്തിച്ചു, DIG കത്തിച്ചെല്ലാം കത്തിച്ചു. ഞാനിങ്ങനെ അപ്പോൾ ഇവർ മൈക്കെടുത്തെന്ന് പറഞ്ഞ് പ്രസംഗിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ പ്രസംഗിക്കത്തില്ല. നോക്കൂ, ഒരാൾ അപകടപ്പെട്ട് ഇത്രയും അവസ്ഥയിൽ കിടക്കുക, ഒരു MLA ആണ്. 1 മിനിറ്റ് പോലും ഞാനവിടെ നിൽക്കത്തില്ല, നിങ്ങൾ വേണം നടത്തിക്കൂടുക. അന്നേരം ഇറങ്ങി. അപ്പോൾ ഹൈബിയുടനോട് ഞാൻ ചോദിച്ചു, വരുന്നെന്ന് ചോദിച്ചു. എന്നാൽ ഞാനും വരാമെന്ന് പറഞ്ഞു. പുറത്തിറങ്ങി എൻ്റെ കാറിൽ ഞാനും ഹൈബിയുടനും കൂടെ ഓണടിച്ച് ആദ്യ സ്പീഡിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ ഉമാ തോമസിനെ അതിനകത്ത് ICU കയറ്റി. ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 3-4 പേരെ അപ്പോൾ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ചെന്നു. അതിനുശേഷം മുഖ്യമന്ത്രിയെ വിളിക്കുന്നു, അതിനുശേഷം പിന്നെ രാജീവിനെ വിളിക്കുന്നു, അതിനുശേഷം ആരോഗ്യമന്ത്രിയെ വിളിക്കുന്നു. മുഖ്യമന്ത്രി നിർദ്ദേശിച്ച് ആരോഗ്യമന്ത്രി മുൻകൈ എടുത്ത് കോട്ടയത്തുള്ള ടീം വരുന്നത് നിങ്ങൾ മനസ്സിലാക്കി. രാത്രി 11:30 മണിക്ക് ഞാൻ അവിടെ ഇരുന്നു. രാത്രി 11:30 മണി വരെ കോട്ടയത്തുള്ള മെഡിക്കൽ ടീം വരുമെന്ന് പറഞ്ഞ് രാത്രി 11:30 വരെ ഇരുന്നു. ജയകുമാർ ഡോക്ടറുടെ നേതൃത്വത്തിൽ ആ ടീം വന്നു. 11:30 രാജീവ് മൂവാറ്റുപുഴയിൽ നിന്ന് വന്നതിന് ശേഷമാണ് ഞാൻ രാജീവിനോട് പറഞ്ഞത്, ഞാനിപ്പോൾ പോവാണ്, വീട്ടിൽ പോകണം, ചെങ്ങന്നൂർ പോകണം, ഞാൻ നാളെ എത്താമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം 9 മണിക്ക് നിങ്ങൾ ഉമാ തോമസിൻ്റെ മക്കളോട് വരും. 9 മണിക്ക് കേരളത്തിൻ്റെ ഒരു മന്ത്രി ഞാൻ വീട്ടിൽ പോയിട്ട് ചെങ്ങന്നൂർ വീണ്ടും 100-110 കിലോമീറ്റർ കൂടി ഉടച്ചു. എന്നിട്ട് ഈ കോട്ടയത്തെ ഡോക്ടറുമായിട്ട് സംസാരിച്ചു, ഇവിടുത്തെ ഡോക്ടേഴ്സുമായിട്ട് സംസാരിച്ചു, മാനേജ്മെൻറ്റുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അതായത് അപകടനിലയാണ് എങ്കിലും എത്രയും വേഗം അവർ ആരോഗ്യം വീണ്ടെടുത്ത് പുറത്തു വരും എന്ന് പറഞ്ഞ് ഞാൻ പോസ്റ്റ് വിട്ടു. അത് കഴിഞ്ഞ് അന്ന് ഞാൻ ഉച്ചയ്ക്ക് അവിടുന്ന് പോയി. അത് കഴിഞ്ഞ് 3ാമത്തെ തവണ ഞാൻ ചെല്ലുന്നു, ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട്. അപ്പോൾ ഇവർക്ക് ICU ഇവരൊക്കെ നമുക്ക് കാണാൻ പറ്റത്തില്ല.
അവരുടെ മക്കളെ ഞാൻ കണ്ടു, കാര്യങ്ങളൊക്കെ തിരക്കി, ഡോക്ടേഴ്സിനോട് അനുസരിച്ച് അപ്പോൾ കുറച്ചുകൂടി റിക്കവർ ചെയ്തെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 4ാമത്തെ തവണ ഞാൻ ചെന്നു. അപ്പോൾ അവർ വീട്ടിൽ പോയി അവർ കിടക്കുകയാണ്. അവിടെ ചെന്ന് സംസാരിച്ച് ഞാൻ ചോദിച്ചു, വല്ല ഓർമ്മയുണ്ടോ ഈ കണ്ട കാര്യം? എനിക്കൊന്നും ഓർമ്മയില്ലെന്ന് തോന്നി. ഇത്ര എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആരോഗ്യവിധമായിട്ട് ഇത്രയും വേഗം വരിക എന്ന് പറഞ്ഞു. വളരെ സന്തോഷമായിട്ട് ചായയും കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. എന്നെപ്പറ്റി എന്താണ് അവർ പറഞ്ഞതെന്ന് എനിക്ക് ഞാൻ ഇപ്പോഴും അത്ഭുതത്തോട് നോക്കുക. ഞാൻ മറുപടി പോലും കൊടുത്തില്ല. കാരണം അവർക്ക് ആരോഗ്യ പ്രശ്നമുള്ള ആളാണ്. അവർക്കൊരു മാനസിക പ്രയാസം ഉണ്ടാകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു പാലിയേറ്റീവ് നടന്ന ആളായതുകൊണ്ട് എനിക്ക് ഈ ദുഃഖങ്ങൾ അറിയാറുണ്ട്. ഞാൻ ഈ രംഗത്തെന്ന് പറഞ്ഞാൽ 10 വർഷമായി. അങ്ങ് മനസ്സിലാക്കേണ്ടത് 11ാമത്തെ വർഷമാണ്. മനസ്സ് തുറക്കുകയാണ് മന്ത്രി സജി ചെറിയാൻ. രാഷ്ട്രീയമായും വ്യക്തിപരമായും ഒക്കെ അദ്ദേഹം അനുഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ട്, നിലപാടുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഈ അഭിമുഖത്തിന് പൂർണ്ണരൂപവും ഈ വാർത്തകളുടെ വിശകലനവും ഒക്കെ വരുന്ന മണിക്കൂറുകളിൽ പ്രേക്ഷകർക്ക് ന്യൂസ് 18 കാണാം. മറ്റു വാർത്തകളിലേക്ക്